ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ UDF അട്ടിമറി പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കുന്ദമംഗലം. കുന്ദമംഗലം നിയോജക മണ്ഡലത്തിലെ UDF പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ കുന്ദമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി MA റസാഖ് മാസ്റ്റർ ഉണ്ട് കൂടെ. പക്ഷേ ഈ കുന്ദമംഗലത്തെ പ്രതീക്ഷകൾ എന്താണ്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ട് അതിൻ്റെ ഒരു കണക്കുകൂട്ടലൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. കുന്ദമംഗലം നിയോജകമണ്ഡലം നേരത്തെ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. നല്ല ഭൂരിപക്ഷത്തിന് അവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കും. കാരണം UDF മുന്നോട്ട് വെച്ച ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, അവിടെയുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ജനപ്രതിനിധിയുടെ വാഗ്ദത്തം ഏതൊക്കെ പാലിച്ചു എന്നാണ് നമ്മുടെ യുവജന വിഭാഗം ചോദിച്ചത് UDF-ൻ്റെ ആളുകൾ. അതിന് ഉത്തരം ഇതുവരെയും ലഭ്യമായിട്ടില്ല. അപ്പോൾ വികസനം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, കേരള ഭരണം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു നല്ല തിരഞ്ഞെടുപ്പാണ് കുന്ദമംഗലത്തുണ്ടായത്. പ്രബുദ്ധ മണ്ഡലമാണ് കുന്ദമംഗലം എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിന് ആ പ്രബുദ്ധരായ ജനത UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മറ്റൊന്ന്, ഈ PT റഹീം തുടർച്ചയായി വിജയിച്ചു വരുന്നൊരു മണ്ഡലമാണ്. അവിടെ LDF-ഉം അവരുടെ പ്രതീക്ഷകളിലെ മണ്ഡലങ്ങളിൽ കുന്ദമംഗലം പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമല്ലേ, മുന്നണിയാണെങ്കിലും സ്ഥാനാർത്ഥിയാണെങ്കിലും ജയിക്കുന്നല്ലാതെ തോൽക്കുന്നാരും പറയില്ലല്ലോ. അത് സ്വാഭാവികമാണ്. അത് ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. അല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയൊന്നും കണ്ടായിട്ട് തോന്നുന്നില്ല. അത് മാത്രമല്ല, അവരുടെ പാർട്ടി യോഗങ്ങളിലൊന്നും അങ്ങനെ ചർച്ച ചെയ്തായിട്ടും അറിയുന്നില്ല, പറയുന്നത് കേൾക്കുന്നല്ലാതെ. പക്ഷേ എന്തായിരുന്നാലും ഏതൊരു സ്ഥാനാർത്ഥിയായിരുന്നാലും ശുഭപ്രതീക്ഷ പറയൂ. പക്ഷേ അവിടെ വിജയിക്കുക UDF ആയിരിക്കും. അതിൻ്റെ ഒരു ഫാക്ടർ എന്താണ്? കാരണം പ്രാദേശിക വികാരമായിരിക്കും, അല്ല സർക്കാരിൻ്റെ ഭരണവിരുദ്ധതയായിരിക്കും UDF-ൻ്റെ ജയിക്കുകയാണെങ്കിൽ അതിന് കാരണമാകും. അതായത് വിവിധ ഘടകങ്ങൾ അവിടെ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, തുടർച്ചയായി 15 കൊല്ലം പ്രതിനിധീകരിച്ചതിൽ 10 കൊല്ലം ഭരണ പങ്കാളിത്തമുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് 38 വാഗ്ദാനങ്ങൾ അവിടെ പ്രകടന പത്രികയിൽ പലപ്പോഴായി വന്നിട്ട് അതിലൊന്ന് പോലും നടപ്പാക്കാതിരുന്നത് സ്വാഭാവികമായും ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ടാകുമല്ലോ. മറ്റൊന്ന്, അവിടെ കാലാകാലങ്ങളിൽ മത്സരിച്ച് വരുന്ന ഒരു സ്വതന്ത്ര വേഷത്തിലാണ് ആളുകൾ. അല്ല, UDF അല്ല, LDF പ്രത്യേകിച്ച്. അപ്പോൾ സ്വതന്ത്ര വേഷത്തിൽ പാർട്ടിക്ക് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്ന മണ്ഡലമായിരുന്നെങ്കിൽ തീർച്ചയായും പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി അവിടെ വരികയായിരുന്നല്ലോ. പ്രമുഖരായ നേതാക്കന്മാരുള്ളൊരു നിയോജകമണ്ഡലമാണല്ലോ ഈ കുന്ദമംഗലം. അപ്പോൾ അതിൽ വ്യത്യസ്തമായി 4ാം തവണയും മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായും പാർട്ടി അണികൾക്ക് എന്താണ് വികാരം എന്നെനിക്കറിയില്ല. എന്തായിരുന്നാലും അതൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി 2 കാര്യമാണ് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്. ഒന്ന്, സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ നിയോജക മണ്ഡലം, ഭൂരിപക്ഷം വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലം കുന്ദമംഗലമാണ്. ഈ ഭൂരിപക്ഷം ആർക്കാണ് ഗുണം ചെയ്യുക? അത് UDF-ന് ഗുണം ചെയ്യുമെങ്കിൽ താങ്കൾ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം ഏകദേശം എത്ര വോട്ടായി? ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അഹന്തയുടെ ഭാഷയായി അതിനെ കണക്കാക്കും. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, SIR വേറെ അട്ടിമറി നടത്തിയിട്ടില്ലെങ്കിൽ SIR-ൻ്റെ ഗുണഫലമുണ്ടാകുക UDF-നായിരിക്കും. കാരണം 15,000 വോട്ടുകൾ SIR-ൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 15,108 വോട്ടുകൾ വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒളവണ്ണ പഞ്ചായത്താണ് പ്രധാനമായി LDF-ന് എന്നും മേൽക്കൈയുള്ള പഞ്ചായത്ത്. അവിടെ 4,460 വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ മഹാഭൂരിപക്ഷവും അത് UDF-ൻ്റെതല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയ വിജയപ്രതീക്ഷയിലാണ്. തീർച്ചയായും. ആശംസകൾ. മെയ് 4 വീണ്ടും അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. കാരണം ഈ വോട്ടിംഗ് ശതമാനം കൂടിയതും SIR-ൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണെങ്കിൽ അത് UDF-ന് വലിയ ഗുണം ചെയ്യുമെന്നാണ് MA റസാഖ് മാസ്റ്റർ വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് ടെക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.